നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 31, 2026 ജനുവരി 1 തീയതികളിൽ മിഥുനം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ 2025 ഡിസംബർ 31 രാവിലെ 9:23 AM മുതൽ 2026 ജനുവരി 2 രാവിലെ 9:25 AM വരെയുള്ള കാലയളവിലാണ് മിഥുനം രാശിക്ക് ദോഷാധിക്യം കാണുന്നത്. 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അനുകൂലമായിട്ടുള്ളത് നിഴൽ ഗ്രഹങ്ങളായ രാഹുവും കേതുവും മാത്രമാണ്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും പ്രതികൂലമാണ്. അതിൽ ദോഷാധിക്യം കൂടുതൽ തരുന്ന ഗ്രഹങ്ങളുമുണ്ട്, കടുത്ത ദോഷങ്ങൾ തരുന്ന ഗ്രഹങ്ങളുമുണ്ട്. എന്തായാലും ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത് ഈ ദിവസങ്ങളിൽ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. മറ്റൊരു ദിവസത്തിലേക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ചന്ദ്രൻ 12ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്. കഴിവതും പണമിടപാടുകൾ കഴിവതും ഒഴിവാക്കുക. പ്രത്യേകിച്ച് വലിയ എമൗണ്ടുകൾ കൈമാറുമ്പോഴും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക, കഴിവതും ഒഴിവാക്കുക. കാരണം ചതി വരെ പറ്റാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 7ാം ഭാവത്തിൽ ചൊവ്വ, സൂര്യൻ, ബുധൻ, ശുക്രൻ ഇവ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ശുക്രൻ ഇപ്പോൾ ആകെ 7ാം ഭാവത്തിൽ വലിയ ഗുണമൊന്നും തരത്തില്ലെങ്കിലും വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. പക്ഷേ സൂര്യനും ചൊവ്വയും അങ്ങനല്ല, അവ രണ്ടും പാപഗ്രഹങ്ങളാണ്. ജീവിത പങ്കാളിയായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വിവേകപൂർവ്വം പരിഹരിക്കുക. അതുപോലെ തന്നെ ബുധൻ ഒരു ശുഭഗ്രഹമാണ്, എങ്കിലും അത് അനുകൂലമായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ സംസാരമധ്യേ നാവ് പിഴ പറ്റി ഏതൊരാളുമായിട്ടും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കരുതലോടെ സംസാരിക്കുക. അതുപോലെ തന്നെ വ്യാഴം അനുകൂലമല്ല. അപ്പോൾ ഭൗതിക സുഖങ്ങൾ കുറയും. കൂടാതെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അതുമാത്രമല്ല, ചൊവ്വയും സൂര്യനും പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ നിയമപരമായ എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ജാഗ്രത പുലർത്തുക. അതുപോലെ തന്നെ ചൊവ്വ പ്രതികൂലമാണ്. അപ്പോൾ അത് 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ശാരീരിക വൈഷമ്യങ്ങളൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പൊതുവെ ബന്ധങ്ങൾ ഏത് തരത്തിലായിട്ടുള്ള ബന്ധമായാലും അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വളരെ ഇണങ്ങി ഇരിക്കുന്ന വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ചന്ദ്രനും വ്യാഴവും ശുക്രനും പ്രതികൂലമാണ്. അതുപോലെ സംസാരവുമായിട്ട് ബന്ധപ്പെട്ട്
നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്. അതും 7ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് അനുകൂലമല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ബന്ധങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുക. നാവുപിഴ ഏതൊരാളുമായിട്ട് സംസാരിക്കുമ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ കർമ്മഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അതിന് നേട്ടമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കണ്ടക ശനിയാണ് 10ാം ഭാവത്തിൽ. എങ്കിലും കർമ്മസ്ഥാനത്തേക്ക് ശനി നേട്ടമൊക്കെ കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ സംഭവം അത്ര ശക്തമായിട്ടുള്ളൊരു രീതിയിലല്ല ശനി നിൽക്കുന്നത്. ശരിയാണ്, ശുക്രൻ്റെ ഉച്ചക്ഷേത്രമായ മീനം രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും പൊതുവെ ശനി അനുകൂലമായിട്ടുള്ള ഫലം തരാത്ത ഒരവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ പാപഗ്രഹങ്ങളായ ചൊവ്വ, സൂര്യൻ, ശനി ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ മറ്റ് ശുഭഗ്രഹങ്ങളുടെ കാര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും നമുക്ക് അവയിൽ നിന്ന് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഗുണങ്ങൾ കുറയും എന്തായാലും. അപ്പോൾ പൊതുവെ ഏറ്റവും പ്രധാനപ്പെട്ട 7 ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ നമ്മൾ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ശിവപാർവതി പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം. മിക്കവാറും ഈ ശിവക്ഷേത്രത്തിൽ തന്നെ സർപ്പപ്രതിഷ്ഠ കാണുമല്ലോ. അപ്പോൾ നമ്മൾ വഴിപാട് നടത്തേണ്ടത് എല്ലാ ദിവസവും വഴിപാട് നടത്തേണ്ട അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ നിൽക്കുന്നത്. ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്ക്, ദേവിക്ക്. ഓക്കെ. ശനിയാഴ്ച വ്രതമെടുത്ത് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഈ പറഞ്ഞ ഈശ്വരന്മാരെയൊക്കെ വഴിപാട് നടത്തുക. അതുപോലെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ആകെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ നിഴൽ ഗ്രഹങ്ങളായ രാഹുവും കേതുവും, അതായത് സർപ്പവും ശിഖിയും മാത്രമാണ്. അതിൽ നിന്ന് കാര്യമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആകെ മൊത്തം ടോട്ടൽ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. അത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ ദാനധർമാദികൾ, ക്ഷേത്ര ദർശനം, അതുപോലെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയെല്ലാം അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യമൊക്കെ മാറി നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും മഹാദശയും അന്തർദശയൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നവർക്കും ഗ്രഹനിലയിൽ അസാമാന്യമായിട്ടുള്ള യോഗങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഇത് മറികടക്കാൻ പറ്റും. എന്നാൽ തന്നെയും നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിലേ നമുക്കൊരു ഗ്യാരണ്ടി പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാ മിഥുനം രാശിക്കാരും ഈശ്വരനെ ഭജിച്ച്, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ, കാര്യം ചന്ദ്രൻ ഡയറക്റ്റ് പ്രതികൂലമാണ്. ഓക്കെ. അപ്പോൾ പിന്നെ അത് ഈ പറയുന്നതൊക്കെ ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രമായ ഇടവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിലും നമുക്ക് 12ാം ഭാവമാണ് അവിടെ ഇടവൻ രാശി എന്ന് പറയുമ്പോൾ. ഇടവൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അത്ര സുഖകരമായിട്ടുള്ള ഒരു നിലയല്ല പൊതുവെ ഗ്രഹങ്ങൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് ദയവേത് മിഥുനം രാശിക്കാരെല്ലാവരും ഈശ്വരനെ ഭജിച്ച് ഈ ദോഷാധിക്യമൊക്കെ മാറി എല്ലാവർക്കും ഗുണാധിക്യം തന്നെ നേടിയെടുക്കാൻ പറ്റും. ഓക്കെ. അതെങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പല വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുക. എന്തായാലും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ
അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.